വീണ ജോർജിൻ്റെ കാര്യത്തിൽ വീണ ജോർജ് വന്നത് മുതൽ ഇങ്ങോട്ട്, മന്ത്രിയായത് മുതൽ ഇങ്ങോട്ട് വിവാദങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല സാധാരണഗതിയിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറ്. ഈ പ്രതിഷേധങ്ങളെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഓവർ റിയാക്ഷൻ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഈ പ്രശ്നത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കും. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു തന്ത്രം രണ്ട് പാർട്ടികൾ, രണ്ട് മുന്നണികളും ഒരേ സമയം പയറ്റുന്നുണ്ട്. വീണ കൂടുതലായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. സ്വാഗതം ജോയിൻ സ്റ്റോറിയിലേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പാകപ്പിഴകളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. വലിയ പ്രതിഷേധം ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വീണ ജോർജിനെതിരെ ഉയരുന്നുമുണ്ട്. ഇതിൻ്റെ തുടർച്ചയിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 4-5 KSU പ്രവർത്തകർ വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്നത്. അതിനിടയിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായി എന്നും അവർക്ക് കൈക്കും കഴുത്തിനും പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രതിഷേധം ഏത് രൂപത്തിലാവണം, പ്രതിഷേധത്തോട് ഏത് രൂപത്തിൽ പ്രതികരിക്കണം, ഇതൊക്കെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലയ്ക്കൂടെ തീരുമാനിക്കപ്പെടേണ്ട സംഗതികളാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ സംഭവമായി മുന്നിലേക്ക് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതിനിടയിലുണ്ടായ ഒരു പ്രതിഷേധത്തെ, ആ പ്രതിഷേധത്തിനിടെ ഉണ്ടായ കയ്യാങ്കളിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഭരണപക്ഷവും ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത് ഈ സംഭവ വികാസങ്ങൾ? അതിൽ ആദ്യത്തെ ഒരു ഘട്ടം ഞാൻ പറയാം. അതായത് ഇപ്പം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടർമാരുടെ വീഴ്ചകൾ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സംവിധാനത്തിലുണ്ടായ പിഴവുകൾ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം മന്ത്രിക്കാണ് എന്ന് പറയുന്നതിലൊരു യുക്തിരാഹിത്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മന്ത്രിയെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നയങ്ങൾ, പൊതുവിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ നടത്തിപ്പ്, അവിടെ ഉണ്ടായിരിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, ഇതേക്കുറിച്ചൊക്കെയുള്ള പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നത് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ സർക്കാർ ആശുപത്രികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ വീഴ്ചകളുടെയും ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ വീഴ്ചകൾ മുഴുവൻ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളുടെയോ പാകപ്പിഴയാണ് എന്ന് പൂർണ്ണമായും കരുതുന്ന ഒരാളുമല്ല ഞാൻ. അവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്ന ഒരാളുമല്ല ഞാൻ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിയുടെ ചുമലിൽ ചാരിക്കൊണ്ട് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ നേതൃത്വം നൽകുന്ന ആൾ എന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കേണ്ടതാണ്. ആ ആരോപണങ്ങളുടെ ഒരു ഗൗരവത്തെ ഈ ഒരു ആക്രമണം എന്ന് CPIM-ഉം LDF-ഉം സർക്കാരും ആക്ഷേപിക്കുന്ന ഈ സംഭവം കൊണ്ട് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമവും നടക്കുന്നു. ഇതിനെങ്ങനെ ബഷീർ കാണുന്നത്? അതിൽ ഒന്ന്, രാജീവ് തുടക്കത്തിൽ പറഞ്ഞ പ്രതിഷേധത്തിൻ്റെ രീതി എന്തായിരിക്കണം, പ്രതിഷേധങ്ങളോടുള്ള പ്രതികരണം എന്തായിരിക്കണം, രണ്ട് കാര്യത്തിലും രണ്ട് കൂട്ടരും ഒരു സാധാരണ പുലർത്തേണ്ട മര്യാദ ലംഘിച്ച് മേലെ പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഏത് വകുപ്പാണെങ്കിലും അതിന് ചുമതലപ്പെട്ട മന്ത്രി ആണ് ആ വകുപ്പിന് കീഴിലുള്ള എല്ലാ പ്രവൃത്തികളുടെയും ഗാർഡ് എന്നൊരു കൺസെപ്റ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. ഇപ്പോൾ റെയിൽവേയുടെ ചരിത്രമെടുത്താൽ, റെയിൽവേയുടെ അപകടങ്ങൾക്ക് പോലും റെയിൽവേ മന്ത്രിമാർ രാജിവെക്കുന്ന പാരമ്പര്യമുണ്ടായിരുന്നു. ആ തരത്തിൽ ലോകത്തെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നടക്കുന്ന ഒരു റെയിൽവേ അപകടത്തിന് റെയിൽവേ മന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ രാഷ്ട്രീയമായ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അതൊരു ധാർമ്മികതയുമായി ബന്ധപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ തുടക്കകാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ഒരു വീക്ഷണത്തിൽ സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിൽ പോലും സംഭവിക്കുന്ന വീഴ്ചകൾക്ക് ആ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിനും അല്ലെങ്കിൽ മറ്റേത് മന്ത്രിയാണെങ്കിലും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ അതിൻ്റെ പുറത്ത് രാജിവെക്കണോ എന്നതല്ല, ഉത്തരവാദിത്തം അവരുടേതാണ്.
ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തികളുടെയും, അത് നല്ല കാര്യങ്ങളുടെയും ചീത്ത കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എന്നതിന് രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, ആ അക്കൗണ്ടബിലിറ്റി ആരോഗ്യമന്ത്രിയിലാണ്. അവിടെ എനിക്ക് അതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടിയോ മുന്നണിയോ അല്ലെങ്കിൽ മന്ത്രിയോ ഏറ്റെടുക്കുകയും മോശപ്പെട്ട കാര്യങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം അത് നമ്മളുടെ അല്ല എന്ന് പറയുകയും ചെയ്യുന്നൊരു സിനാരിയോ ഇവിടെയുണ്ട്. അത് ശരിയുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി എന്ന് അവരവകാശപ്പെടുന്ന സകല നേട്ടങ്ങളുടെയും ഉത്തരവാദിത്വം 1ഉം 2ഉം പിണറായി സർക്കാരിനാണ്. അതിൽ ആരോഗ്യമന്ത്രി സ്ഥാനങ്ങൾ വഹിച്ച കെ ശൈലജയ്ക്കും വീണ ജോർജിനുമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതേസമയം മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന വീഴ്ചകളുടെ ഒന്നും ഉത്തരവാദിത്വം ഈ സർക്കാരിനുമില്ല, മന്ത്രിമാർക്കും ഇല്ല എന്നൊരു സിനാരിയോ ഉണ്ട്. കേരളത്തിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ അഭിമാനമായ വകുപ്പുകളിലൊന്നാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്നത് നമ്മളുടെ സാമൂഹിക വികസന സൂചികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതേ ചൊല്ലിയാണ് കേരള രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യാറുള്ളത്. വീണ ജോർജിൻ്റെ കാര്യത്തിൽ വീണ ജോർജ് വന്നത് മുതൽ ഇങ്ങോട്ട്, മന്ത്രിയായത് മുതൽ ഇങ്ങോട്ട് വിവാദങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. എൻ്റെ ഈ പ്രതിഷേധങ്ങളെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഓവർ റിയാക്ഷൻ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. വീണയുടെ ഓഫീസിൽ അല്ലെങ്കിൽ വീടിന് മുറ്റത്ത് റീത്ത് വെക്കുന്ന സമരമുറ എടുത്തു. അതുപോലെ ഫിസിക്കലായി തന്നെ അവരെ തടയാൻ ശ്രമിക്കുന്ന തരം സമരമാണ് ഇന്നലെ വന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളും സമരത്തിലെ മുദ്രാവാക്യത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ വീണക്കെതിരായ സമരത്തിന് ഒരു സ്ത്രീവിരുദ്ധമായ ഒരു മോബ് ഹിസ്റ്റീരിയ ബാധിച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നുന്ന വിധത്തിൽ ആണ് അതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു ഓവർ റിയാക്ഷൻ ഉണ്ട്. അല്ല, അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല സാധാരണഗതിയിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറ്. സോഷ്യൽ മീഡിയയുടെ ഒരു ലാംഗ്വേജ് ഒക്കെ വെച്ചാണ് ഞാൻ ഇത് പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷേ തെരുവിൽ പ്രതിഷേധം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ മുൻകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ UDF അധികാരത്തിലിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മന്ത്രി കൈയാളുന്ന വകുപ്പിനെതിരെ എന്തെങ്കിലും ഒരു അവരുടെ ഒരു വീഴ്ച ഉണ്ടായാൽ അതിനോടുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ മുൻകാലത്ത് കണ്ടിട്ടുണ്ട്. അത് തെരുവിൽ അവരെ വേണമെങ്കിൽ ഫിസിക്കലി തടയാം അല്ലെങ്കിൽ ഫിസിക്കലി അവരെ കൈകാര്യം ചെയ്യാം എന്ന മട്ടിൽ വരെയുള്ള പ്രതിഷേധങ്ങൾ മുൻകാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ പുതുമയുള്ള കാര്യമൊന്നുമില്ല കേരളത്തിൽ. അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് പേർ, ഇപ്പോൾ പട്ടം താണുപിള്ള 1962 തൃശ്ശൂർ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. CH മുഹമ്മദ് കോയ ഈ തലശ്ശേരിയിൽ വെച്ച് തന്നെ ഗംഗാധര മാരാർ എന്നു പേരുള്ള ഒരാൾ CHനെ ആസിഡ് എറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അതേ ഗംഗാധര മാരാർ അതിനു മുമ്പ് രാഷ്ട്രീയ നേതാക്കൾ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു. കരുണാകരനെ ഗുരുവായൂരിൽ വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് കല്ലെറിയുകയും മുഖത്ത് പരിക്കേൽക്കുകയും നെഞ്ചിലും മുഖത്തും കല്ലേറ് കൊള്ളുകയും ചെയ്തു എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒട്ടുമിക്ക ഒട്ടേറെ നേതാക്കന്മാർക്ക് ഇങ്ങനെ പ്രതിഷേധങ്ങൾക്കിടയിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഒരു വനിതാ നേതാവിനോട് ഉള്ള അതിക്രമം ഈ തരത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാറില്ല എന്ന് തോന്നുന്നു. അക്കാര്യത്തിൽ ഇപ്പോൾ ഈ റീത്ത് വെച്ചതുൾപ്പെടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണം ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ വീണ കൂടുതലായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതേസമയം വീണയുടെ അതിനോടുള്ള പ്രതികരണവും മെച്ചോർഡല്ല എന്ന അഭിപ്രായവും എനിക്കുണ്ട്. ഇന്നലെ അവരെ വെല്ലുവിളിക്കുകയും പോരിന് വിളിക്കുകയും ചെയ്യുന്നത് പോലെയാണ് വീണ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയമായ ഹൈ വോൾട്ടേജ് മൊമെൻ്റാണ് എന്ന കാര്യം ഇരുകൂട്ടരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇരുകൂട്ടരും അത് ഉള്ളിൽ കണ്ട് ചെയ്യുകയാണോ എന്നും തോന്നാം. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്നു, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് വരുന്നു, അത് ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ അവർ കുറേയൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. അതിന് പറ്റിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ കത്രിക മറന്നു വെക്കൽ പോലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വീണ് കിട്ടുന്നു. അതവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഈ ഘട്ടത്തിൽ സമരവുമായി പ്രതിഷേധവുമായി വരുന്ന KSU പ്രവർത്തകരെ ഒരു മന്ത്രി വരൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല. ആ പ്രതികരണം പക്വതയുള്ളതല്ല എന്ന അഭിപ്രായമാണ്. വീണക്കെതിരായ പ്രതിഷേധത്തിൽ ഒരു ഹിസ്റ്റീരിയയുടെ സ്വഭാവം ഉള്ളതുപോലെ തന്നെ വീണ ഈ മൊമെൻറ്റിൽ തിരിച്ചു പ്രതികരിച്ചതും ഒരു രാഷ്ട്രീയമായ പക്വതയോടുകൂടി ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ
മീഡിയ ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്നത് കൊണ്ടാവണം മീഡിയ മീൻസ് ന്യൂസ് റൂമുകൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഡിവൈഡഡ് ആയിരിക്കുന്നു. വലിയ ഹൈ വോൾട്ടേജ് ക്യാമ്പയിനിലേക്ക് കേരളം പോവുകയാണ്. അതിൽ ചില ന്യൂസ് റൂമുകൾ ഒരു പക്ഷത്തും മറ്റു ചില ന്യൂസ് റൂമുകൾ മറുപക്ഷത്തുമായി നിൽക്കുന്നു. ഗ്രൗണ്ടിൽ പോരാളികളെ വെച്ച് ഫിസിക്കലായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇരുകൂട്ടരും തീരുമാനിച്ച പോലെ തോന്നുന്നു. ഇത് അൺപ്രസിഡൻറ്റഡാണ്, നേരത്തെ ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് എന്നെനിക്ക് തോന്നുന്നു. വലിയ വോൾട്ടേജിലേക്ക് ഈ ക്യാമ്പയിൻ പോകാൻ പോവുകയാണ്. യഥാർത്ഥത്തിലുള്ളതും സീരിയസ് ആയതും ഗൗരവപ്പെട്ടതുമായ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായ പ്രതിഷേധങ്ങളിലേക്കും സ്പെക്ടക്കിൾസിലേക്കും ഇത് മാറുകയാണ് എന്ന് തോന്നുന്നു. അല്ല, അത് അങ്ങനെ നമ്മൾ പറയുമ്പോഴേ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളതും സീരിയസുമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ കത്രിക മറന്നു വെച്ചതാണെങ്കിലും ഡോക്ടറുടെ വീഴ്ച മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണെങ്കിലും കൈയൊടിഞ്ഞ് ചികിത്സയ്ക്ക് വന്ന ഒരാളുടെ ചികിത്സയ്ക്ക് ശേഷം അയാളുടെ കൈക്ക് വളവുണ്ടായതാണെങ്കിലും ഇതൊക്കെ ഒരു സീരിയസ് ഇഷ്യൂ ആയി മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. അതൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളല്ല. ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ സംഭവിച്ച ചികിത്സാ പിഴവുകളുടെ കണക്കെടുത്താൽ അതിൻ്റെ 10% മാത്രമേ യഥാർത്ഥത്തിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുള്ളൂ എന്നൊരു കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു. അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതെല്ലാം വാർത്തയാകുന്നു, വലിയ തോതിൽ വാർത്തയാകുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാർത്താ മാധ്യമങ്ങളുടെയും അലയൻസ് അനുസരിച്ച്, അവരുടെ ലീനിങ് അനുസരിച്ച് വലിയ തോതിൽ ഇത് വാർത്തയാകുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കത്രിക മറന്നു വെക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ചികിത്സാ പിഴവ് എന്നതല്ലല്ലോ. കേരളത്തിലെ ആരോഗ്യരംഗത്തെ, പ്രത്യേകിച്ചും അതിൻ്റെ സ്വകാര്യ മേഖലയെ അന്താരാഷ്ട്ര കുത്തകകൾ വിഴുങ്ങാൻ പോകുന്നു എന്നൊരു സംഗതി ഉണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പലരെയും അവർ ഫണ്ട് ചെയ്യുന്നു എന്ന സാഹചര്യവും നിലനിന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇനി അങ്ങോട്ട് തുടർന്നങ്ങോട്ട് ഇമ്മീഡിയറ്റായി സംഭവിക്കാൻ പോകുന്നത് സാധാരണ മനുഷ്യർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സ്വകാര്യ മേഖലയുടെ ചികിത്സാ സമ്പ്രദായം മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ പല ആശുപത്രികളിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ചികിത്സാ ചെലവ് ഇരട്ടിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് വരുന്നില്ല. അല്ല, ആ പല സ്വകാര്യ ആശുപത്രികളിലും വിദേശ കമ്പനികളുടെ നിക്ഷേപം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപ പല പല ആശുപത്രികളിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ നിക്ഷേപത്തിനനുസരിച്ചുള്ള ലാഭം ഉണ്ടാക്കുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിക്ഷേപം വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ പൊതുജന ആരോഗ്യ സംവിധാനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ക്യാമ്പയിനാണ് നടക്കുന്നത് എന്നുള്ളൊരു വാദം ഓൾറെഡി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും ഇവിടെ ഉണ്ടാകുന്ന പാകപ്പിഴകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നം നമുക്ക് എന്താ പറയുക, ഇത് സ്വകാര്യ മേഖലയെ സഹായിക്കാനാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇത് പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ കത്രിക മറന്നു വെച്ച സംഭവത്തിൽ അത് സത്യം പറഞ്ഞാൽ വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോഴല്ല അത് സംഭവിക്കുന്നത്, അതിനു മുമ്പാണ്. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് ആ ആശുപത്രിയിൽ വേണ്ട രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. ഇത് അഡ്രസ്സ് ചെയ്യേണ്ട സർക്കാരാണല്ലോ. അത് മുൻ സർക്കാരാണെങ്കിലും ഈ സർക്കാരാണെങ്കിലും കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനത്തിൽ ഇപ്പോൾ ഒരു സർജറി നടക്കുന്ന സിസ്റ്റത്തിലാണെങ്കിൽ ആ സർജറിക്ക് വേണ്ട വിധത്തിലുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് അവിടെ ഉണ്ടാവുക എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ടല്ലോ. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതാ നിങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, സ്വകാര്യ മേഖലയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. അതായത് രോഗികളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ആംബുലൻസുകാർക്ക് കൈക്കൂലി കൊടുക്കുന്നു. അതിലൊരു വസ്തുതയുണ്ട്. ആരാണത് തടയേണ്ടത്? അതെ, അത് തടയേണ്ടത് ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്കിൽ പോലും ആ ആക്ഷേപം അത്ര അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന രോഗിയെ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത, അത് ആരോഗ്യമന്ത്രി പറഞ്ഞിടത്തോളം വലുപ്പത്തിലാണോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അതുണ്ട് എന്നുള്ളത് സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതവിടെ ഉണ്ട്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ ആഗോള കുത്തകകൾ വിഴുങ്ങാൻ വരുന്നു എന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ആർക്കാണത് തടയാൻ പറ്റുക, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനെങ്കിലും പറ്റുക ആർക്കാണ്? അക്കാര്യത്തിലൊരു രാഷ്ട്രീയ നിലപാടുണ്ടോ? അല്ലെങ്കിൽ അതൊരു തീർത്തും സ്വകാര്യ മേഖല മാത്രമാണ്, അതിലെ വിൽപ്പനയോ ഓഹരി കൈമാറ്റങ്ങളോ അവരുടെ ഒരു ഡോമിനൻസ് പിടിക്കാനുള്ള ശ്രമങ്ങളോ ഏതെങ്കിലും തരത്തിൽ തടയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമോ എന്ന ആലോചന പോലും നടക്കുന്നില്ല. സർക്കാരിനത് കഴിയുമോ എന്ന ആലോചന പോലും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സ്വകാര്യ മേഖല ജനങ്ങളെ
പിഴിയുന്നു, അതല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലേക്ക് ഇത് മുഴുവനായും പോകുന്നു എന്നതിൻ്റെ ഉത്തരവാദിത്വവും സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉള്ളത് തന്നെയാണ്, ആരോഗ്യമന്ത്രിക്ക് കൂടിയുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിലൊരു കാര്യം പറയാം. അവയവ കച്ചവടം നടക്കുന്നു എന്ന അതിന് സൗത്ത് ഇന്ത്യ മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു, അതിൻ്റെ ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നൊരു സ്റ്റോറി നേരത്തെ എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് യാത്ര ചെയ്ത് വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൊണ്ടുവന്ന ഒരു സ്റ്റോറി നേരത്തെ ബ്രേക്ക് ചെയ്യപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായതായി കാണുന്നില്ല. ഒരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ ഒരു കസ്റ്റമറിയായ ഒരു റിപ്പോർട്ട് കൊടുത്ത് അവരെ കുറ്റമുക്തരാക്കി എന്നതൊഴിച്ചാൽ ആ പ്രശ്നത്തിലേക്ക് അന്വേഷിച്ച് ചെല്ലാൻ സർക്കാർ വിമുഖത കാണിക്കുന്നു. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ പൂർണ്ണമായും കൈയയച്ചു വിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതിന് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് ഉത്തരവാദിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ നേതൃത്വം പക്ഷേ അതിന് ഉത്തരവാദികളാണ്. അത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് വരുന്നില്ല. അത് പ്രതിപക്ഷവും അതിന് ഉത്തരവാദികളാണ്. ആ നിലക്കല്ല പ്രതിപക്ഷം ഇതിനെ കൊണ്ടുവരുന്നത്. വയറ്റിൽ മറന്നു വെച്ച കത്രികയാണ് ഇവരുടെ പ്രശ്നം. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പ്രശ്നം. അത് സംഭവം അല്ല അല്ലെങ്കിൽ പ്രശ്നമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്യുന്നതിൽ ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കപ്പെടുന്നില്ല എന്നാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബഷീർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഗൗരവമുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഈ ഒരു ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് ഇതിനെ ഉപയോഗിക്കും ഇരുകൂട്ടരും ഇതിനൊരു ക്യാമ്പയിൻ മെറ്റീരിയലായി ഉപയോഗിക്കുന്നു. ഒരു ഭാഗത്ത് ഇപ്പോൾ കത്രിക മറന്നു വെച്ച സംഭവം പുറത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് അവർ പരിശോധനയ്ക്ക് പോയി അത് പുറത്തേക്ക് വരുന്നു. അത് പുറത്തേക്ക് വരുന്നൊരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന പരിശോധനയ്ക്ക് ഉപരിയായിട്ട് ഇതൊരു ക്യാമ്പയിൻ മെറ്റീരിയലിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേ ക്യാമ്പയിൻ മെറ്റീരിയലിൻ്റെ തുടർച്ചയായിട്ട് പല പല സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ KSCക്കാരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ശാരീരികമായ കയ്യേറ്റമുണ്ടായി എന്ന ആരോപണമോ ഒരുപക്ഷെ അത് ശാരീരികമായ കയ്യേറ്റം തന്നെ ആയിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 പേര് പെട്ടെന്ന് അതിക്രമിച്ച് കയറുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കയ്യേറ്റങ്ങൾ അവിടെ നടക്കും. അതിപ്പോൾ തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ബഹളത്തിനിടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവും. അതിനെ വേറൊരു ക്യാമ്പയിൻ മെറ്റീരിയലായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് പരസ്പരം ഒരു ഭാഗത്തുനിന്ന് വേറൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തുനിന്ന് വേറൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ഉണ്ടായിക്കൊണ്ട് അതിനെ നള്ളിഫൈ ചെയ്യാനുള്ളൊരു ശ്രമം. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് ബാലൻസ് ചെയ്ത് പോയി. നേരത്തെ ഉണ്ടായിരുന്ന അലിഗേഷൻസിൻ്റെ ഒരു ഗൗരവം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ള ആകെ ഗൗരവം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്ക് നേരെ കയ്യേറ്റ ശ്രമം. 2 രീതിയിലാണ്. ആരോഗ്യമന്ത്രിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നതും അത് അതിര് കടന്ന പ്രതിഷേധമാണ് എന്നും പ്രചരിപ്പിക്കുന്നതിലും അത് പ്രചരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിലും CPIM ഒറ്റ ഓവർനൈറ്റ് വിജയിച്ചു കഴിഞ്ഞു. അതേസമയം വീണയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു നാടകം മാത്രമാണ് എന്നും അഭിനയമാണ് ഈ കണ്ടതെല്ലാം എന്നും 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നെത്തിയതിന് ശേഷം മുഖ്യമന്ത്രി സ്പീക്കറുടെ ഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ച് അതിനുശേഷം രൂപകൽപ്പന ചെയ്ത നാടകമാണിത് എന്ന് പറയുന്നതിലും അത് ഏറെക്കുറെ പ്രചരിപ്പിക്കുന്നതിലും മറുപക്ഷവും വിജയിച്ചു. അതാണ് ഹൈ വോൾട്ടേജ് ക്യാമ്പയിനിലേക്ക് ഈ ചെറിയ സംഭവങ്ങളെ കൊണ്ടുപോവുകയാണ്, ഇരുകൂട്ടരും കൊണ്ടുപോവുകയാണ്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം അത് ഈ സർക്കാരിൻ്റെ മാത്രം വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലങ്ങളായിട്ട് ഇവോൾവ് ചെയ്തു വന്നൊരു സംഗതിയാണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ ഒരുപക്ഷെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് LDF നയപരമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാരുകൾ കൂടുതലായിരിക്കും. പക്ഷേ എന്നാൽ UDF സർക്കാരുകൾ അതിനെ അത്രത്തോളം മോശമാക്കിയിട്ടില്ല എന്നുകൂടെ നമ്മൾ കാണണം. അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം ന്യായീകരിക്കുകയും ചെയ്യുന്ന 2 മുന്നണികളുടെയും സംഭാവനകളുടെ ഫലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ കോർ ഇഷ്യൂസിനെ ഇതിനെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, ഏതൊക്കെ തലത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇപ്പോൾ ഒരു കത്രിക മറന്നു വെച്ചൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അവിടെ ആശുപത്രികളുടെ വർക്ക് സ്ട്രെസ് കുറയ്ക്കുക എന്നതാണ് അടിസ്ഥാനപരമായി സംഭവിക്കുക. അതെ, വർക്ക് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതിനൊപ്പം അവിടെ ഇപ്പോൾ ഒരു സർജറി നടക്കുമ്പോൾ ആവശ്യത്തിന് ജീവനക്കാരെ സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊവൈഡ് ചെയ്തിട്ടാണോ നമ്മളൊരു പൊതുജനാരോഗ്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ എന്നുള്ളൊരു ഗൗരവമായ സംഗതിയിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ 2
ഭരിക്കുന്ന പാർട്ടിക്കും സാധിക്കുന്നില്ല, പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല. എന്നാൽ ഈ പ്രശ്നത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുകയും അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ അതൊരു കയ്യാങ്കളിയായി അതിൻ്റെ പേരിൽ മന്ത്രിക്ക് പരിക്ക് പറ്റി എന്നുള്ള സാധനത്തെ വേറൊരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു തന്ത്രം രണ്ട് മുന്നണികളും ഒരേ സമയം പയറ്റുന്നുണ്ട് വീണയുടെ മന്ത്രിസ്ഥാനം ഓവർ ഫോക്കസ്ഡ് ആണ് എന്ന് രാജീവിന് തോന്നുന്നുണ്ടോ ന്യൂസ് റൂമുകളിൽ? എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വീണ ജോർജ് മന്ത്രിയാകുമെന്നോ. അവർക്ക് കഴിഞ്ഞ ടേമിൽ കെ ശൈലജ എന്ന് പറയുന്ന കുറെ കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു മന്ത്രി വഹിച്ചിരുന്ന വകുപ്പായ ആരോഗ്യവും സാമൂഹ്യക്ഷേമവും അതുപോലെ ഫാമിലി ഹെൽത്ത് കെയർ, ഇത്രയും വലിയൊരു വിപുലമായ വകുപ്പ് ലഭിക്കും എന്നൊരു പക്ഷേ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അങ്ങനെ കിട്ടിയ സന്ദർഭത്തിൽ എല്ലാ ആളുകൾക്കും ഒരു സന്ദേഹമുണ്ടായിരുന്നു, ഇവർക്കിത് ഗൗരവത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതേസമയം അവർ ഒരു നേരത്തെ മാധ്യമപ്രവർത്തകയായിരുന്നുകൊണ്ട് കുറെ കൂടെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അതുവഴി അവർക്ക് കുറെ കൂടെ വൃത്തിയായി ഈ വകുപ്പ് ഭരിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ ഒരു കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ ആ പ്രതീക്ഷ, അതായത് അവർക്ക് കുറെ കൂടെ ഭംഗിയായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടൊപ്പം അവർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. അത് അവരുടെ മാത്രം കുഴപ്പമായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു ഒരു പരിപാടിയല്ല ഇത്. കെ ശൈലജ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർ വലിയ തോതിൽ വിജയം കൈവരിക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് സഹായിക്കാനും പാകത്തിനുള്ളൊരു ഗംഭീരമായ ടീം അവിടെ ഉണ്ടായിരുന്നു. ഈ ടീമിനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നൊരു പണി വീണ ജോർജിന് സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് CPM ഒരു അധികാര ഘടനയുമായി വെച്ച് നോക്കുമ്പോൾ കെ ശൈലജ മന്ത്രിയാവുന്ന സമയത്ത് അവർ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അവർക്ക് പാർട്ടിയിൽ കുറെ കൂടെ ഹൈറ്റുണ്ട്. വീണ മന്ത്രിയാകുമ്പോൾ ഏരിയ കമ്മിറ്റിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണയുടെ സെക്രട്ടറി ആയി വന്നയാൾ സജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമല്ല, AKG സെന്ററിന്റെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സമിതി അംഗമാണ്. അത് മാത്രമല്ല, വീണ ജോർജിനെ സംബന്ധിച്ച് മന്ത്രിയാവുമ്പോൾ മാത്രമാണ് അവർ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവായിട്ട്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ക്ഷണിതാവായി എത്താൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ അധികാര ഘടനയിലെ പ്രശ്നങ്ങളുണ്ട്. കെ ശൈലജയ്ക്ക് ആ പ്രശ്നങ്ങളില്ല. ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ അതിൻ്റെ നടത്തപ്പിൽ ഒരു സ്ട്രെസ് ആവാം എന്നാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത്. ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ വളരെ താഴെ നിൽക്കുന്നു, എന്നാൽ എത്രയോ മേലെയുള്ള ആളുകൾ സെക്രട്ടറിയായി വരുന്നു. സാധാരണ സംസ്ഥാന സമിതി അംഗം സെക്രട്ടറിയായി, മന്ത്രിമാർക്ക് സെക്രട്ടറിയായി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വീണയെ സംബന്ധിച്ച് ആ ബാലൻസിങ് കിട്ടുന്നില്ല. വീണയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് തന്നെയുള്ള ലെജിറ്റിമൈസ്ഡായ ഒരു കഥ രംഗത്തില്ല. തുടങ്ങിയ പ്രശ്നങ്ങൾ അതിലുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പ്രൊവോക്ഡ് ആകുന്നു. ഇത് ഇന്നലെയും സംഭവിച്ചു. ഇന്നലെയും സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ നേരത്തെ ബഷീർ പറഞ്ഞ മാതിരി വലിയ ഉത്തരവാദിത്തം, അതുപോലെ തുടർച്ചയായി വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നു എന്ന തോന്നൽ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരൊരു പക്ഷേ റിയാക്ട് ചെയ്യുന്നത്. ഈ വിമർശനങ്ങളോ ഈ ആക്രമണങ്ങളോ വ്യക്തിപരമായി തനിക്കെതിരെയുള്ളതല്ല. ഇത് ഈ സിസ്റ്റം, അവരെപ്പോഴും പറയാറുണ്ടല്ലോ സിസ്റ്റത്തിൻ്റെ എററാണ് എന്ന് പറയാറുണ്ടല്ലോ, അത് ഈ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണമാണ്. അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്നൊരു ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുന്നത് എനിക്കെന്ന് തോന്നുന്നു. അതൊരു സീസൺ. ന്യൂസ് റൂമുകളും ഇന്നലെ ഡിവൈഡഡ് ആയിരുന്നു. ഇപ്പം റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം ചാനലുമൊക്കെ വീണയ്ക്കെതിരെ നടന്ന അക്രമത്തെ അതിനിശിതമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. അതേസമയം മറ്റു ചാനലുകൾ, ഏഷ്യാനെറ്റ്, മനോരമ പോലെയുള്ള സ്ഥാപനങ്ങൾ മറുപക്ഷത്തായിരുന്നു. ന്യൂസ് റൂമുകൾ ഇങ്ങനെ ഡിവൈഡഡായി നിൽക്കുന്നത് അപൂർവം സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ വീണയോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു അധിക സ്നേഹമോ അസൂയയോ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ രാജീവിന്? അസൂയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം വെച്ചാൽ നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാൾ ഒരു ഹയർ പൊസിഷനിലേക്ക്, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പൊസിഷനിലേക്ക് പോകുന്നു എന്ന തോന്നുന്ന ഘട്ടത്തിലുണ്ടാകാനിടയുള്ള ഒരു അസൂയയുടെ ഒരു എലിമെൻ്റ് ഉണ്ട്. അത് എല്ലാ ഏരിയയിലും ഉള്ളതാണ്. അതിപ്പം മാധ്യമപ്രവർത്തനത്തിൽ മാത്രമല്ല, നമുക്ക് പൊളിറ്റിക്സിലും കാണാവുന്നതല്ലേ ഉള്ളൂ.
വേറൊരു ഘട്ടത്തിലേക്ക്, വേറൊരു ഉയർന്ന പദവിയിലേക്ക് പോകുന്ന ആളുകളുടെ കാര്യത്തിലുള്ള അസൂയ പല വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാധ്യമമേഖലയിലുണ്ടാവാം, മറ്റെല്ലാ മേഖലയിലും ഉണ്ടാവാം. അതിന് ആനുപാതികമായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകാം. അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ 2021 അധികാരത്തിൽ വന്ന സർക്കാരിൽ മന്ത്രിമാർക്കെതിരെ, മറ്റ് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണം ഒരുപക്ഷെ വീണയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്നതോ അവഹേളിക്കുന്നതോ വിധത്തിൽ ആ വാർത്ത പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പണി അതല്ലല്ലോ. നമ്മൾ ആ വസ്തുത റിപ്പോർട്ട് ചെയ്യുകയും അതിന് ഇവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. അല്ലെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ. അതിലുപരിയായിട്ട് അവരെ ഒന്ന് താഴ്ത്തിക്കെട്ടാനോ ഇകഴ്ത്താനോ അവഹേളിക്കാനോ നടത്തുന്നൊരു ശ്രമം ത്രൂ ഔട്ട് ഈ 5 വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ ചാനൽ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഡെലിബറേറ്റഡ് ആണോ അതോ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. കുറേ കാലങ്ങളായിട്ട് മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി തന്നെ വളരെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുണ്ട്. ആ ഒപ്പീനിയനേറ്റഡ് ആവുക എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു തരം അവഹേളന സ്വഭാവത്തോടുകൂടെ മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ ഒരുപക്ഷെ വീണയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിയിലെ ഒരു പെട്ടെന്നുള്ള ഉദയം, പെട്ടെന്നുള്ള സ്ഥാനാർത്ഥിത്വം, പെട്ടെന്നുള്ള മന്ത്രിസ്ഥാനം, ഇതൊക്കെ അതിന് കാരണമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി എനിക്ക് തോന്നുന്നത് ഇതൊന്നും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ചർച്ചയായിട്ടോ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ടോ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പ്രതികരണമായിട്ടോ മാറുന്നില്ല എന്നുള്ളതാണ്. ആ പ്രതിഷേധം പോലും പ്രൊഡക്റ്റീവല്ല. ആ പ്രതിഷേധത്തോട് മന്ത്രി എടുത്ത സ്റ്റാൻഡ് പ്രൊഡക്റ്റീവല്ല. ആ മന്ത്രിയുടെ സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ LDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയും ഒട്ടും അതേസമയം കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാത്ത വിധത്തിൽ, അതായത് യഥാർത്ഥ പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്താൻ പാകത്തിലാണ് ഈ പ്രതിഷേധമുണ്ടാകുന്നത്, ആ പ്രതിഷേധത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്, ആ പ്രതികരണങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്, ആ പ്രതികരണത്തെ നാടകമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഈ സംഗതികളെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ പാകത്തിൽ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. എന്തായാലും ഈ പ്രതിഷേധവും പ്രതിഷേധത്തോടുള്ള പ്രതികരണവും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം അവലോകനം ചെയ്യാനും അതിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനും തിരുത്താനുമുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഉയരേണ്ടത് എന്ന് തോന്നുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.